ചേട്ടാ, നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ RJ, VJ എന്നിവയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത് നിങ്ങൾ അതിലേക്ക് വരാനായി എന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും ഈ കുട്ടിക്കാലത്ത് ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫെയിം അല്ലെങ്കിൽ നമുക്ക് മീഡിയ എന്ന് പറയണതിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊന്നും ഉള്ളൊരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാവരും സിനിമ എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. സിനിമ, ടെലിവിഷൻ ഇതാണല്ലോ മാക്സിമം. അന്നും ടെലിവിഷൻ ചാനലുകളുടെ ഒരു അതിപ്രസരം ഇന്നുള്ളതുപോലെ ഇല്ലാതാനും. നമുക്കൊരു ഏഷ്യനെറ്റും ഒരു സൂര്യയും ഒരു കൈരളിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നീടാണല്ലോ ഇത്രയധികം ചാനലുകൾ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സിനിമയിൽ കയറാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീഡിയ എന്ന് പറയാനായിട്ടേ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതില്ല. സിനിമ എന്ന് മാത്രമല്ലേ ഉള്ളൂ നമുക്ക്, അല്ലെങ്കിൽ മാക്സിമം ആയ ടെലിവിഷൻ. ഇതിനപ്പുറം ഒരു കാര്യത്തിലൂടെ നമുക്ക് ആർക്കും തന്നെ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം ആ സമയത്ത് ഡബ്ബിംഗ് ആയിരുന്നു ഏക മാർഗം. കാരണം നമുക്ക് വേറെ സിനിമ ഇൻഡസ്ട്രിയിൽ അഡ്രസ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഡബ്ബിംഗ് വെച്ചിട്ടാണ് ആൾക്കാരെ പരിചയപ്പെടുക. അപ്പം അങ്ങനെ ഒരുപാട് ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് ഇത്രയും മേഖല വന്നതിൻ്റെയും. ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല, ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത്. ലക്ഷ്മി ചേച്ചി, ഇവിടെ യൂട്യൂബ് ഒരു ഞാൻ തോന്നുന്നു US-ഉം അതേപോലുള്ള ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ യൂട്യൂബ് നമ്മൾ മലയാളികളുടെ ഇടയിലൊന്നും അങ്ങനെ വ്യാപകമായിട്ട് എത്തിയിട്ടില്ല. ആ ഒരു സമയത്ത് ഓൾറെഡി ലക്ഷ്മി ചേച്ചി അതിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. അതെന്താണ് തോന്നാൻ കാരണം? അത് മറ്റേ അവതാർ സിനിമയില് ഈ വ്ളോഗിങ് കൊണ്ട് കാണിക്കുമല്ലോ. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ പിന്നാലെ പോയിട്ട് ഇങ്ങനെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിലും ചെയ്യുന്നുണ്ട്, വ്ളോഗിങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. വെറുതെ രസത്തിന് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ അന്ന് തന്നെ സ്കൂളിലൊന്നും പോണെന്നില്ല. അപ്പൊ അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ തുടങ്ങിയതാണ്. പിന്നെ അത് റീച്ച് കിട്ടി, വൈറലായി, പിന്നെ തെനിച്ച കൂട്ടായി, ആൾക്കാരെ ബഹളായി. പിന്നെ നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷാർജ അൻസാർ മോളിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞ അൻസാർ മോളിൽ വെച്ചിട്ട് ആങ്കർ ചെയ്യാൻ വന്നു. ആദ്യമായിട്ട് ജീവിതത്തില് ആദ്യമായിട്ട് ആങ്കർ ചെയ്യാൻ പോയതാണ് ഞാൻ. അപ്പൊ അവിടെ വെച്ച് കണ്ടു. പുള്ളിയുടെ എനർജി കണ്ടപ്പോ ഞാൻ എന്റെ അമ്മ എന്താ പൊളി എനർജി എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പതുക്കെ ഇമെയിൽ ഐ ഡി ഒക്കെ അന്ന് ഇമെയിൽ യാഹൂ മെസ്സഞ്ചറാ. അപ്പൊ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളി കഴിഞ്ഞപ്പോ എന്റെ അമ്മ പെട്ടെന്ന് പിടിച്ചു. അമ്മ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോ അതായത് ഞങ്ങളൊക്കെ വിചാരിക്കുന്ന മുമ്പേ കല്യാണം കഴിഞ്ഞു. നമ്മള് കുറച്ച് സമയം കൂടി എടുക്കാന്ന് വിചാരിച്ചു. സമ്മതിച്ചൊന്നുമില്ല, പെട്ടെന്ന് എന്റെ അമ്മ സമ്മതിച്ചില്ല, ഒരു രക്ഷയില്ലായിരുന്നു. 17 വർഷമായില്ലേ? 17 വർഷമായി കല്യാണം കഴിഞ്ഞു. അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഫോൺ തന്നെ മര്യാദയ്ക്ക് ഇല്ലെന്ന് തോന്നുന്നു. വാട്സാപ്പ് ഒന്നും ഇല്ലല്ലോ. ഫേസ്ബുക്കും ഓർക്കുട്ട് സമയമാണ് തുടങ്ങിയ സമയം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.